പ്രൈസ് ദ ലോർഡ്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. അബ്രാഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദായെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പാരേസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരേസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. ആരാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ശലോമോൻ രഹബ്യാവെ ജനിപ്പിച്ചു. രഹബ്യാം അബിയാവെ ജനിപ്പിച്ചു. അബിയാവ് ആസായെ ജനിപ്പിച്ചു. ആസ യോശാഫാത്തിനെ ജനിപ്പിച്ചു. യോശാഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു. യോരാം ഉസിയാവെ ജനിപ്പിച്ചു. ഉസിയാവ് യോധാമിനെ ജനിപ്പിച്ചു. യോധാം ആഹാസിനെ ജനിപ്പിച്ചു. ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു. ഹിസ്കിയാവ് മനശ്ശയെ ജനിപ്പിച്ചു. മനശ്ശെ ആമോസിനെ ജനിപ്പിച്ചു. ആമോസ് യോശിയാവെ ജനിപ്പിച്ചു. യോശിയാവ് യെഖോന്യാവെയും അവൻ്റെ സഹോദരന്മാരെയും ബാവേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാവേൽ പ്രവാസം കഴിഞ്ഞിട്ട് യെഖോന്യാവ് യോസ്തേലിയലിനെ ജനിപ്പിച്ചു. യശസ്തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു. സെരുബാബേൽ അബീഹൂദിനെ ജനിപ്പിച്ചു. അബീഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു. എല്യാക്കീം ആസോരിനെ ജനിപ്പിച്ചു. ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ആഖീമിനെ ജനിപ്പിച്ചു. ആഖീം എലീഹൂദിനെ ജനിപ്പിച്ചു. എലീഹൂദ് എലിയാസാരെ ജനിപ്പിച്ചു. എലിയാസർ മത്താനെ ജനിപ്പിച്ചു. മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദ്യമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസേഫ് ഉറക്കമുണർന്നു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. അവൻ യേശു എന്ന് പേർ വിളിച്ചു. ആമേൻ.